Hey guys, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോ ട്യൂട്ടോറിയലാണ് ഹൗ ടു ഡ്രോ രശ്മിക. ഞാൻ ഗ്രിഡാണ് യൂസ് ചെയ്യുന്നത് ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട്. സോ ആദ്യം നമ്മൾ അതിന് വേണ്ടിയുള്ള മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കുക. റോയും കോളവും മാർക്ക് ചെയ്ത് വെച്ചിട്ട് സ്കെയിൽ വെച്ച് വരച്ചെടുക്കുക. അത് 4 സൈഡിലും കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ്സ് എടുത്താലേ നമുക്ക് ലൈൻസ് കറക്റ്റായിട്ട് വരുള്ളൂ. സോ 2 സൈഡിലും ഞാൻ മാർക്ക് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. ഓക്കെ, കോളർ റോ ഒക്കെ കറക്റ്റായിട്ട് വരച്ചു. ഇനി അതിന് നമ്പേഴ്സ് ഇടുക. നമ്പേഴ്സും ലെറ്റേഴ്സുമാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ആദ്യം 4 to 11 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ താഴോട്ട് ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ അല്ലേ? ലെറ്റേഴ്സ് യൂസ് ചെയ്തു. അയ്യെ പിക്കിൽ നമ്മൾ ചെയ്ത പോലെ കറക്റ്റായിട്ടാണ് ഇതിലും പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഓരോ ലെറ്ററും നമ്പറും കറക്റ്റായിട്ട് ആ ഓരോ കള്ളിയിലും കറക്റ്റായിട്ട് വരുന്ന ആ ലൈൻസ് ഓരോന്നും ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് തെറ്റാണ്ടത് ചെയ്യാൻ പറ്റും. സോ ആ ലെറ്ററും നമ്പറും മാറിപ്പോവാതെ വേണം ആ ഓരോ ലൈനും ചെയ്യേണ്ടത്. പിക്കിൽ കറക്റ്റായി നോക്കുക. C9 ആണെങ്കിൽ ഇതിൽ നമ്മൾ വരഞ്ഞു വെച്ചിരിക്കുന്ന C9ൻ്റെ അകത്ത് തന്നെ കറക്റ്റ് അതിലൂടെ പോകുന്ന ലൈൻസ് കറക്റ്റായിട്ട് വരയ്ക്കുക. സോ ഇത് ചിലർക്ക് കുറച്ച് ടഫായിരിക്കും, ബിക്കോസ് ഇതിൽ കുറച്ച് ഗ്യാപ്പ് വരുന്നുണ്ട്. അത് പകുതി കൂടിയാണോ ആ ലൈന് പോകുന്നത്, അതിൻ്റെ കൂടുതൽ വരുന്നുണ്ട്, ആ ഒരു ഡൗട്ട് വരും ചിലർക്ക്. അങ്ങനെയുള്ളവർക്ക് ഡയഗണൽ യൂസ് ചെയ്യാം. ഡയഗണൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കുഞ്ഞി വരകളും പകുതി കൂടിയാണോ പകുതി കൂടി അതിന് കുറച്ച് മുകളിലോ താഴെയാണെങ്കിൽ അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ബിഗിനേഴ്സ് ആണെങ്കിൽ അവർക്ക് അധികം നല്ലത് യൂസ് ചെയ്യുന്നത് ഡയഗണൽ അയക്കുന്നതുകൊണ്ട് ഡയഗണൽ എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ മുകളിൽ കൊടുക്കാം. ഡയഗണൽ യൂസ് ചെയ്ത് വരച്ചാൽ മതി. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും അവർക്ക്. ഞാൻ അധികവും ഈ ഗ്രിഡാണ് യൂസ് ചെയ്തത്. ഗ്രിഡും അത് നമ്മൾ കണ്ണും മൂക്കും ലിപ്പിൻ്റെ ഒക്കെ ഈ ഒരു ഡിസ്റ്റൻസും ആ ഷേപ്പൊക്കെ കറക്റ്റാക്കാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ബാക്കി ഹെയറും ഡ്രസ്സും ചെവിയും ബാക്കി ഷേപ്പുകളൊക്കെ ഞാൻ ഫ്രീ ഹാൻഡായിട്ടാണ് ചെയ്യാറുള്ളത്. അത് കറക്റ്റായിട്ട് ഒരു വ്യത്യാസവും ഇല്ലാണ്ട് ചെയ്യണം എന്നുള്ളവർക്ക് വെച്ചാൽ ഗ്രിഡ് തന്നെ യൂസ് ചെയ്ത് കറക്റ്റ് ചെയ്യാം. എനിക്ക് കുറച്ച് മടിയുള്ളതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യാറില്ല. ഞാൻ ഈ ഒരു ഭാഗം മാത്രം ചെയ്തിട്ട് ബാക്കി ഞാൻ ഫ്രീ ഹാൻഡായിട്ടാണ് ചെയ്യാറുള്ളത്. സോ ഇപ്പോൾ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുന്ന ഏറെക്കുറെ കഴിയാനായിട്ടുണ്ട്. കണ്ടോ, ഓരോ കള്ളിയിലും ഫോക്കസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇതിൽ കൊടുത്ത ലെറ്റേഴ്സ് കണ്ടോ, ഈ ലെറ്റേഴ്സും മുകളിലുള്ള നമ്പറും ആ കറക്റ്റായിട്ട് വരുന്നതിൽ തന്നെ ഓരോ ലൈൻസും കൊടുക്കണം. സോ ഷേപ്പ് ഏറെക്കുറെ ഓക്കെ ആയിട്ടുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം. ഞാൻ യൂസ് ചെയ്യുന്ന ടിപ്സൊക്കെ ഞാൻ ഇതിൽ പറയും ഓരോ ഭാഗത്തെത്തുമ്പോഴത്തേക്ക്. സോ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. ഓക്കെ, നമ്മളിപ്പോൾ ഷേപ്പ് കറക്റ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഐബ്രോസാണ് വരയ്ക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഓരോ കള്ളിയിലെയും കറക്റ്റാക്കി പോയാൽ മാക്സിമം നമുക്ക് ആ ഷേപ്പ് കിട്ടും. അല്ലാണ്ട് അവിടെ ഇവിടെയായിട്ട് വരച്ച് പോയാൽ നമുക്ക് വരയ്ക്കാൻ ആ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടില്ല. സോ ഓരോന്നിലും ഫോക്കസ് ചെയ്ത് അപ്പം ഈ വീഡിയോ കുറച്ച് ഫാസ്റ്റായിട്ടാണ്, അതുകൊണ്ട് തന്നെ ഇത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റണം എന്നില്ല. ബിഗിനേഴ്സിന് ഒരിക്കലും ഫാസ്റ്റായിട്ട് വരയ്ക്കാൻ പറ്റുന്നില്ല ഇത്രയും ഫാസ്റ്റായിട്ട്. സോ ഭയങ്കര പേഷ്യൻസോടെ ഇരുന്ന് വരയ്ക്കുന്ന ഒരാൾക്കേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. കുറച്ചധികം സമയം ഇതിനായിട്ട് സ്പെൻഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഓരോന്ന് ഫോക്കസ് ചെയ്ത് കറക്റ്റായിട്ട് ചെയ്യാം. സോ നമ്മൾ ഐസ് കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് നോസാണ്. ഈ ഷേപ്പ് നമുക്ക് ആദ്യമായിട്ട് വരയ്ക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഷേപ്പ് നമുക്ക് കിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് ഡയഗണൽ യൂസ് ചെയ്യുന്നതായിരിക്കും ഫസ്റ്റ് വരയ്ക്കുന്നത് നല്ലത്. അങ്ങനെ വരച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഗ്രിഡ് യൂസ് ചെയ്ത് തുടങ്ങിയാൽ മതി. അപ്പം
വലിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല. തുടക്കത്തിലെ ഗ്രിഡ് യൂസ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. വരയ്ക്കുന്നതിന് തുടക്കത്തിൽ നമുക്ക് ഈ ഒരു വരയ്ക്കുന്ന ആളുടെ ഷേപ്പ് തോന്നണമെന്നില്ല എന്ന് വെച്ചിട്ട് ഇട്ടേച്ച് പോവുകയും വേണ്ട. പേഷ്യൻസോട് കൂടി നിങ്ങൾ ഫോക്കസ് ചെയ്ത് വരച്ചാൽ നിങ്ങൾക്കത് അറ്റ് ലാസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു കറക്റ്റായിട്ടുള്ളത് കിട്ടും. വിൽ ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ് അവസാനം എന്തായാലും. അപ്പോൾ അത്രയും പേഷ്യൻസോട് വരയ്ക്കാൻ പറ്റുന്ന ഒരാൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഈ വീഡിയോൻ്റെ പാർട്ട് 2 ഉണ്ട്. അതിലാണ് നമ്മൾ ഷെയ്ഡിങ്ങിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. സോ അത് കാണാൻ ശ്രമിക്കാം. പിന്നെ നമ്മൾ ഈ ഗ്രിഡ് ലൈൻസ് വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഭയങ്കര ലൈറ്റായിട്ടുള്ള പെൻസിൽസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. എക്സ്ട്രാ ഡാർക്കായിട്ടുള്ളോ അല്ലെങ്കിൽ അങ്ങനത്തെ പെൻസിൽസ് ഒന്നും അധികം യൂസ് ചെയ്ത് ഷെയ്ഡിങ്ങിന് യൂസ് ചെയ്യുന്ന പെൻസിലൊന്നും അധികം യൂസ് ചെയ്യരുത്. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവസാനം ഭയങ്കര പണിയായിരിക്കും. നിങ്ങൾ ഈ ലൈൻസ് ഇത് ഷേപ്പ് കിട്ടിയാൽ നമ്മൾ ഈ ലൈൻസൊക്കെ നമ്മൾ മായ്ച്ച് കളയേണ്ടതുണ്ട്. അങ്ങനെ മായ്ച്ച് കളയുമ്പോൾ എക്സ്ട്രാ ഡാർക്കാണ് യൂസ് ചെയ്തെങ്കിൽ അതിൻ്റെ ഒരു കളർ അവിടെ കിടക്കും. എത്ര മായ്ച്ചാലും പേപ്പർ കീറിപ്പോവല്ലാണ്ട് ഒരു വൃത്തി ഉണ്ടാവില്ല അവസാനം. മായ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ മായ്ക്കണം, പതിയെ മായ്ക്കണം. സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ പേപ്പർ കീറിപ്പോവുക ചെയ്യും. ഇത്ര നേരം വരച്ചതിന് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ കണ്ണ് വരയ്ക്കുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കണ്ണിൻ്റെ ഈ ഒരു ലൈറ്റ് വരുന്നൊരു ഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഐബോൾസിൻ്റെ അകത്ത് ഈ ലൈറ്റ് വരുമ്പോൾ നമ്മൾ കണ്ണിൽ ലൈറ്റ് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് ഈ ഒരു ലൈറ്റായിട്ടുള്ള ഭാഗങ്ങൾ, കുറച്ച് ഡാർക്കായിട്ടുള്ളത്, കുറച്ച് ഷെയ്ഡിങ് ആയിട്ടുള്ള അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ അത് കണ്ണ് വരയ്ക്കുമ്പോൾ അത് ഡീറ്റെയിൽഡായിട്ട് കറക്റ്റായിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഒരു ചിത്രത്തിന് തന്നെ ഒരു ലൈഫ് ഫീൽ ചെയ്യും. അത് ശ്രദ്ധിക്കണം നമ്മൾ വരയ്ക്കുന്ന സമയത്ത്. വരയ്ക്കുന്ന ചില ഭാഗങ്ങളൊക്കെ ക്യാമറയിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റാത്തത് ക്യാമറ പിടിച്ചത് ഞാൻ തന്നെ ആയതുകൊണ്ടാണ്. ചില ഭാഗങ്ങൾ നമ്മൾ വരയ്ക്കുന്നതിൽ ശ്രദ്ധിക്കുമ്പോൾ ക്യാമറ മാറിപ്പോകുന്ന ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ കാണാൻ പറ്റാത്തത്. നെക്സ്റ്റ് വീഡിയോൻ്റെ അകത്ത് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെൻസിൽസിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഷെയ്ഡിങ്ങിന് യൂസ് ചെയ്യുന്നത് ഏതൊക്കെ ഫേസിൽ ഏതൊക്കെ ഭാഗങ്ങളിലാണ് നമ്മളത് ഷെയ്ഡിങ്ങിന് യൂസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇത് ജസ്റ്റ് നമ്മൾ ഇതിൻ്റെയൊക്കെ ഔട്ട്ലൈൻ ഇട്ട് വെക്കുന്നേ ഉള്ളൂ. ഷെയ്ഡിങ് കൂടി വരുമ്പോൾ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു ഫോട്ടോ കറക്റ്റായിട്ട് നമുക്ക് വരുള്ളൂ. അപ്പം ഇപ്പോഴത്തെ ഈ ഒരു രൂപം കണ്ട് നിങ്ങൾ വരച്ചു തുടങ്ങുമ്പോൾ നിർത്തി പോകരുത്. അത് മുഴുവൻ വരച്ച് ഷെയ്ഡിങ്ങും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രമേ നിങ്ങൾ വിചാരിച്ച ഒരു കറക്റ്റായിട്ടുള്ളൊരു ലൈഫ് ആ ഒരു ചിത്രത്തിന് വരുള്ളൂ. ഈ ഫസ്റ്റ് പാർട്ടിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു ഔട്ട്ലൈൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. സോ സെക്കൻഡ് പാർട്ടിനകത്താണ് നമ്മൾ ഇതിൻ്റെ ഷെയ്ഡിങ് വരുന്നത്. സോ വെയിറ്റ് ഫോർ ദി സെക്കൻഡ് പാർട്ട്. ഈ ഡ്രോയിങ് ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അത് തീരെ വരയ്ക്കാൻ അറിയാത്തൊരാൾക്കും അല്ലെങ്കിൽ കുറച്ച് വരയ്ക്കാൻ അറിയുന്നവർക്കും അവരുടെ സ്കില്ല് ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ എൻ്റെ ഈ ക്ലാസ് കൊണ്ട് സഹായിക്കും നിങ്ങൾക്ക്. സോ കീപ് വാച്ച് മൈ വീഡിയോസ് ആൻഡ് സപ്പോർട്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഡ്രോയിങ് എക്സ്പീരിയൻസിലൂടെ ഞാൻ ലേൺ ചെയ്തുള്ള ടിപ്സും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രോയിങ് കുറച്ചുകൂടി എളുപ്പമാക്കാനുള്ള ട്രിക്സൊക്കെ ഞാൻ പറഞ്ഞിരുന്നതായിരിക്കും നിങ്ങൾക്ക്. സോ നിങ്ങൾ എൻ്റെ വീഡിയോസ് മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്കറിയാത്ത കുറച്ച് കാര്യങ്ങളെങ്കിലും മിനിമം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ലേൺ ചെയ്യാൻ പറ്റും ഈ വീഡിയോസ് ഫുള്ള് കാണുന്നതിലൂടെ. അതുമാത്രമല്ല ഇനിയുള്ള എൻ്റെ വീഡിയോസിലൂടെയും നിങ്ങൾക്ക് വേണ്ട കുറേ അറിവുകൾ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മളെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത്. ഇനി നമ്മളിത് മായ്ച്ച് കളയുക. ഈ ഒരു ലൈൻസൊക്കെ അത് വളരെ സ്ലോലി മാത്രമേ അത് മായ്ച്ച് കളയാൻ പാടുള്ളൂ. നമ്മൾ വരച്ച ലൈൻസ് ഒന്നും മാഞ്ഞ് പോകാതെ ബാക്കി ഭാഗങ്ങൾ മാത്രം. ഓക്കെ, വരച്ച ഭാഗത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ ഇത് മായ്ഞ്ഞ് പോയിട്ടുണ്ട്.
അതിൻ്റെ മുകളിലൂടെ ഒന്നുകൂടി ലൈൻ ചെയ്താൽ മതി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചോദിച്ചാൽ ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും. പാർട്ട് 2-ലാണ് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഷെയ്ഡിങ്ങിനെ പറ്റി കാണിക്കുന്നത്. ഇതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നേ ഉള്ളൂ ഫീച്ചേഴ്സൊക്കെ ഒന്ന്. ആദ്യം നമ്മൾ ഐബ്രോസ് ഒന്ന് അതിൻ്റെ അകത്തുള്ള ലൈറ്റ് എഫക്റ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ വെളിച്ചടിക്കുമ്പോൾ എന്തായാലും ഈ ഒരു ഡാർക്ക് പാർട്ടിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും, ലൈറ്റ് കളേഴ്സ് വരുന്ന. അത് നമ്മൾ കുറച്ചധികം ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേസിൽ കൂടുതലും ഈ ഒരു ലുക്ക് പിടിക്കാൻ പറ്റും. പിന്നെ നമ്മൾ നേരത്തെ ഗ്രിഡിൻ്റെ ഒക്കെ മായ്ച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് മാഞ്ഞു പോയിട്ടുണ്ടായി, അതൊക്കെ ക്ലിയർ ആയിട്ട് വരച്ചു. പിന്നെ ചെവീൻ്റെ പാർട്ട് നമ്മൾ നേരത്തെ വരച്ചില്ലായിരുന്നു, അതും ഒന്ന് വരച്ചെടുക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഐബ്രോസൊക്കെ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഐബ്രോസ് ഫില്ല് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഐബ്രോസ് എല്ലാ ലൈൻസും ഒരേ സൈഡിലോട്ടല്ല പോകുക. അത് ഒരു സൈഡിലോട്ട് ചെരിഞ്ഞ് ആദ്യം ചെയ്തിട്ട് പിന്നെ മോൾ ഭാഗത്തും താഴോട്ടും കൂടി വരും. അങ്ങനെയാണ് ഐബ്രോസിൻ്റെ ഒരു ഷേപ്പ് വരിക. ഐബ്രോസ് എല്ലാം ഒരു സൈഡിലോട്ട് മാത്രമാക്കി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് വരില്ല. ഇങ്ങനെയാണ് ഐബ്രോസിൻ്റെ ഒരു ഷേപ്പ് വരിക. ഓക്കെ, ഇതാണ് എൻഡ് റിസൾട്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഷെയ്ഡിങ് നെക്സ്റ്റ് പാർട്ടിൽ വരും.